നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA ഹർജിയിൽ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയും. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന മുൻ ആവശ്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പിന്മാറിയിരുന്നു. കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതി എന്നാണ് മാത്യുവിന്റെ പുതിയ ആവശ്യം. ഇതിലാണ് ഇന്ന് കോടതി വിധി പറയുക. ഏതെങ്കിലും ഒന്നിന് ഉറച്ചു നിൽക്കൂ മാത്യു എന്നായിരുന്നു അന്ന് കോടതി മാത്യു കുഴൽനാടനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. കരിമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് മാസപ്പടി ലഭിച്ചു എന്നാണ് ഹർജിയിൽ മാത്യു കുഴൽനാടന്റെ ആരോപണം. മുഖ്യമന്ത്രി, ടി വീണ എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെയാണ് മാത്യു ഹർജി ഫയൽ ചെയ്തത്. അതേസമയം മസാല ബോണ്ട് കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ED നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. ED സമൻസിനെതിരായ ഐസക്കിന്റെ ഹർജി റദ്ദാക്കണമെന്ന് അപ്പീലിലൂടെ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കിഫ്ബി നൽകിയ രേഖകളിൽ നിന്നും മസാല ബോണ്ട് ഇറക്കിയതിൽ ഐസക്കിന്റെ പങ്ക് കൃത്യമായി മനസ്സിലായി എന്നും അപ്പീലിലുണ്ട്. ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട അടിയന്തര സാഹചര്യം EDക്ക് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്തായാലും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ മാസപ്പടി വിഷയത്തിൽ ഇന്നത്തെ വിധി എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം EDക്ക് മുന്നിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിൽ കരിമണൽ കർത്ത അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. CMRLന്റെ മാനേജ്മെന്റിനെ അടക്കം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ അടക്കമാണ് വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്യൽ എന്തായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്ത് ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിധി മാത്യു കുഴൽനാടൻ നൽകിയ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഇന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതെന്ന് കണ്ടറിയേണ്ടതുണ്ട്. വിജിലൻസ് തന്നെ അന്വേഷിച്ചാൽ അതിൽ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയില്ല. അതിൽ പല അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പിന്നീട് മാത്യു കുഴൽനാടൻ കോടതിയെ ബോധിപ്പിച്ചത്. എന്നാൽ ഏതെങ്കിലും ഒന്നിന് ഉറച്ചു നിൽക്കൂ എന്ന് പറഞ്ഞ കോടതി എന്തായിരിക്കാം വിധിയിലൂടെ പ്രസ്താവിക്കുക എന്നത് കണ്ടറിയാം.